So, good evening once again. ലെക്സറ എന്ന് പറയുന്ന സെറ കോയിന്റെ പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ സെറ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ലെക്സറ എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, സോ ഇത് മലേഷ്യയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഒരു ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് ഈൽഡ് ജനറേഷൻ പ്രോഗ്രാമാണിത്. അതായത് നമുക്ക് ബ്ലോക്ക് ചെയിനിലൂടെ ഈ ഒരു പുതിയ ടോക്കൺ അല്ലെങ്കിൽ പുതിയൊരു കോയിൻ അത് ജനങ്ങളിലേക്ക്, ഈ ഒരു കോയിൻ്റെ എയർ ഡ്രോപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് ഓരോ ദിവസവും 2 പ്രാവശ്യം നമുക്ക് ഈൽഡ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഈ ലെക്സറ എന്ന് പറയുന്ന പ്രൊജക്റ്റിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതാണ്. നമുക്ക് എല്ലാ ദിവസവും 2 പ്രാവശ്യമായിട്ട് നമുക്ക് എയർ ഡ്രോപ്പ് നമ്മുടെ വാലറ്റിലേക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം 2008 ബിറ്റ് കോയിൻ മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് ബിറ്റ് കോയിൻ മൈനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ഉള്ളവർക്ക് ഓരോ 10 മിനിറ്റിലും ബിറ്റ് കോയിൻ റിവാർഡായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഡ്രോപ്പ് പലതരത്തിൽ പല കോയിനുകൾ, ഇപ്പോൾ BNB സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ഇപ്പോൾ ബിനാൻസ് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് BNB കോയിൻ എയർ ഡ്രോപ്പ് ആയിട്ട് ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പല കോയിനുകൾ, റിപ്പിൾ ആവട്ടെ, അല്ലെങ്കിൽ ഡോജ് കോയിന്, ഷിബ കോയിന്, ട്രോണ്, ഇങ്ങനെയുള്ള പല കോയിനുകളും എയർ ഡ്രോപ്പ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സെറ എന്ന കോയിൻ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇത് എയർ ഡ്രോപ്പ് ആയിട്ട് നമുക്ക് എങ്ങനെ സ്വീകരിക്കാം, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ബിറ്റ് കോയിൻ എയർ ഡ്രോപ്പ് ആയിട്ട് സ്വീകരിക്കാനായിട്ട് നമ്മൾ മൈനിങ്ങിലൂടെ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് റിവാർഡ് ആയിട്ടാണ് അവിടെ എയർ ഡ്രോപ്പ് കിട്ടിയതെങ്കിൽ, ഇവിടെ സെറയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലിക്വിഡിറ്റി പൂളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ലിക്വിഡിറ്റി പൂളിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് എയർ ഡ്രോപ്പ് സ്വീകരിക്കുക. അപ്പോൾ ലിക്വിഡിറ്റി പൂളിലേക്ക് നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമ്മുടെ കോൺട്രിബ്യൂഷൻ ലിക്വിഡിറ്റി പൂളിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ലൈവായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അത് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് നമ്മളിത് ഈ ഒരു പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എങ്ങനെ നമുക്ക് ഡെയിലി എയർ ഡ്രോപ്പ് സ്വീകരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് ആവശ്യമായത് ടോക്കൺ പോക്കറ്റ് എന്നുള്ള വാലറ്റ് ആണ്. അപ്പോൾ ഈ ടോക്കൺ പോക്കറ്റ് ഒരുവിധം ഇപ്പോൾ എല്ലാവർക്കും ക്രിപ്റ്റോ അറിയാവുന്നത് കൊണ്ട് തന്നെ ടോക്കൺ പോക്കറ്റ് എന്താണെന്ന് ഒരുപക്ഷെ ഇന്നിപ്പോൾ ആരും ഉണ്ടാവില്ലായിരിക്കും. സോ ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്, ടോക്കൺ പോക്കറ്റോ അല്ലെങ്കിൽ സേഫ് പാലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാലറ്റ് മതി. ഇപ്പോൾ ടോക്കൺ പോക്കറ്റ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, സോ ടോക്കൺ പോക്കറ്റിൽ നമുക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു BNB ചെയിനിലെ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ വാലറ്റിനകത്ത് BNB ആഡ് ചെയ്യണം, അതുപോലെ USDT ഉണ്ടായിരിക്കണം, അതുപോലെ സെറ കോയിൻ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ സെറ കോയിൻ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്. ഈ പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറയുടെ കോൺടാക്ട് അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ സെറയുടെ കോൺടാക്ട് അഡ്രസ്സ് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ റെഫർ ചെയ്തിട്ടുള്ളവരോട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ കോൺട്രാക്ട് അഡ്രസ്സ് അയച്ചു തരുന്നതായിരിക്കും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഇൻട്രൊഡ്യൂസറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. ഗ്രൂപ്പിൽ കിട്ടിയില്ലെങ്കിൽ ഇതാണ് സെറയുടെ കോൺട്രാക്ട് ഉണ്ട്, കണ്ടോ, സെറ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു, നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് സെറ കോയിൻ നമുക്കിവിടെ വിസിബിൾ ആകും. അപ്പോൾ ഈ സെറ കോയിൻ എന്ത് ചെയ്യുക, ഈ പ്ലസ് എന്നുള്ള സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മൈനസ് എന്ന് കാണിക്കും. ഈ മൈനസ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഫ്രണ്ട് പേജ്, നമ്മുടെ ഹോം പേജിലേക്ക്, അതായത് ടോക്കൺ പോക്കറ്റിന്റെ ഹോം പേജിലേക്ക് ആ കോയിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പാണിത്. നമ്മളുടെ ടോക്കൺ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. ടോക്കൺ പോക്കറ്റിൽ ഒരു പുതിയ വാലറ്റ് BNB സ്മാർട്ട് ചെയിനിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നേരെ നമ്മളിവിടെ BNBയും USDTയും കൊണ്ടുവരുന്നു വെക്കുന്നു. USDT കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം സെറ കോയിൻ അവിടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നേരെ പാൻകേക്ക് സ്വാപ്പ് ഓപ്പൺ ചെയ്യാം. പാൻകേക്ക് സ്വാപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. താഴെ, അതായത് നമ്മുടെ ടോക്കൺ പോക്കറ്റിന്റെ താഴെ അസറ്റ്, മാർക്കറ്റ്, ട്രേഡ്, ഡിസ്കവർ. അപ്പോൾ ഡിസ്കവർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ഓപ്ഷൻ അവിടെ കാണാം.
അപ്പോൾ ഈ സെർച്ച് ഓപ്ഷനിൽ നമുക്ക് പാൻകേക്ക് സ്വാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പാൻകേക്ക് സ്വാപ്പ് കാണാം. അല്ലാണ്ട് തന്നെ ഇതിൽ ഫ്രണ്ട് പേജിൽ നമുക്ക് പാൻകേക്ക് സ്വാപ്പ് വിസിബിൾ ആണ്. ഓക്കെ, അങ്ങനെ പാൻകേക്ക് സ്വാപ്പിൽ എൻ്റർ ചെയ്യുക. പാൻകേക്ക് സ്വാപ്പിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാൻകേക്ക് സ്വാപ്പിലും നമ്മളുടെ ഈ സെറ കോയിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു കോയിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ BNBയുടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെർച്ച് ഓപ്ഷൻ നമുക്ക് വരും. അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത അതേ കോൺട്രാക്ട് അഡ്രസ്സ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇമ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ട് ചോദിക്കില്ല, അല്ലെങ്കിൽ അതവിടെ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അതിന്റെ എഗ്രിമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഓപ്ഷൻ ഓപ്പൺ ആകും. ഒരു ചില മൊബൈലുകളിൽ ഇമ്പോർട്ട് ഓപ്ഷൻ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ചില ഫോണിന്റെ മൊബൈൽ സെറ്റിംഗ്സിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെ ഏറ്റവും താഴെ ഒരു 3 ഡോട്ട് കാണുന്നുണ്ടോ? ഏറ്റവും ബോട്ടം റൈറ്റിൽ ഒരു 3 ഡോട്ട് ഉണ്ട്. ആ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഓപ്പൺ ആവും. എടുക്കണ്ടോ, ഡെസ്ക്ടോപ്പ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ മോഡും ഡെസ്ക്ടോപ്പ് മോഡും ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഡെസ്ക്ടോപ്പ് മോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ പേജ് ഒന്ന് ചെറുതായി മാറും. അപ്പൊ നമ്മുടെ മൊബൈൽ വ്യൂവിന് പകരം ഡെസ്ക്ടോപ്പ് വ്യൂവിലേക്ക് മാറും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചെറിയ വ്യൂവിലേക്ക് വരും. അപ്പൊ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്മളുടെ കോൺട്രാക്ട് അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പേജ് ഫുള്ളായിട്ട് ഇവിടെ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വീണ്ടും ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, മൊബൈൽ മോഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴയ പോലെ മൊബൈൽ ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ ഫോണിൽ ഇൻ കേസ് നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, താഴെ കാണാൻ പറ്റുന്നില്ലാത്തവർക്ക് ഇതുപോലെ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ കയ്യിലുള്ള USDT സെറ കോയിൻ ആയിട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ $10 ഉണ്ട്, അല്ലെങ്കിൽ $100 ഉണ്ട്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള USDT ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബാലൻസ് അവിടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര സെറ കോയിൻ കിട്ടും? ഇപ്പോൾ $10 ഏകദേശം 9.1 സെറ കോയിൻ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ അതിൻ്റെ സ്ലിപ്പേജ് ടോളറൻസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സ്ലിപ്പേജ് ടോളറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഈ താഴെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്ലിപ്പേജ് ടോളറൻസ്. ഓക്കെ, ഇവിടെ 4% മസ്റ്റ് ആണ്. അത് നമ്മൾ ചില സമയത്ത് അവിടെ നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ 0.1% ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ പെർസെൻറ്റേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ റൈറ്റ് സൈഡിൽ മാനുവലി നമ്മൾ 4 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ അത് ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പെർസെൻറ്റേജ് സ്ലിപ്പേജ് 4% ആയി മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ 4% മാറ്റിയതിന് ശേഷം നമ്മൾ സ്വാപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ USDT എന്തായി മാറി, സെറ കോയിൻ ആയി മാറി. ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്താൽ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഫ്രണ്ട്സിന്റെ, നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ റെഫറൽ ലിങ്ക്, നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് ഏറ്റവും അത്യാവശ്യം അതാണ്. നമ്മൾ വെറുതെ സെറ കോയിൻ ആക്കി മാറ്റി എന്നതുകൊണ്ട് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ, അല്ലെ നിങ്ങൾ ആരെയാണോ ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ റെഫറൽ ലിങ്ക്, അതായത് ലെക്സറയുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് സിമ്പിൾ ആണ്. ആ റെഫറൽ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിനു ശേഷം ഇവിടെ താഴെ അഗെയിൻ നമ്മൾ പാൻകേക്ക് സ്വാപ്പിലേക്ക് പോയ അതേ ഓപ്ഷൻ ഡിസ്കവറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം മുകളിൽ അഡ്രസ് ലിങ്കിൽ അവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രണ്ടിന്റെ റെഫറൽ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മളുടെ സെറയുടെ ഡാപ്പ് ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺഫേം കൊടുത്ത് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് രജിസ്ട്രേഷൻ ഓപ്പൺ ആയി, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം അടുത്ത പ്രോസസ്സ് എന്താണ്, ഇപ്പൊ നമ്മളുടെ വാലറ്റ് ബാലൻസിൽ സെറ കോയിൻ ഉണ്ട് അല്ലെ. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ 104 സെറ കോയിൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഹോം പേജിൽ ടോക്കൺ പോക്കറ്റിന്റെ ഫ്രണ്ടിൽ എത്ര കോയിൻ ഉണ്ടോ അത്രയും കോയിൻ നമുക്ക് ഇവിടെ കാണിക്കും, നമ്മളുടെ പേജിൽ ഉള്ളിൽ കാണിക്കും. അപ്പൊ നമുക്കിവിടെ 100 കോയിൻ ആണ് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നത്, ലോക്ക് ചെയ്യാൻ പോകുന്നത്.
അപ്പൊ ലോക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. ഇനി നമുക്ക് വെറുതെ ലോക്ക് ചെയ്യാതെ നമ്മുടെ വാലറ്റ് ബാലൻസിൽ വെച്ചാലും എയർ ഡ്രോപ്പ് കിട്ടും കേട്ടോ. നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം, അതായത് റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ വെറുതെ നമ്മളുടെ വാലറ്റിൽ അതായത് നമ്മുടെ BNB ആയിട്ടോ അല്ലെ USDT ആക്കിയോ ഇരിക്കുന്ന കോയിനെ സെറാ കോയിൻ ആക്കി മാറ്റി നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് വെറുതെ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് 0.4% എയർ ഡ്രോപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി 0.4% എന്നുള്ളത് ഒരു ദിവസം 3% വരെ 3% വരെ കിട്ടണമെങ്കിൽ, അതായത് നമ്മളുടെ ലോക്ക് ചെയ്യുന്ന എമൗണ്ടിന്റെ 3% വരെ കിട്ടണമെങ്കിലുള്ള അടുത്ത ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മൾ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടിനകത്ത് ഒന്നും കൂടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നേരെ ഇവിടെ സ്റ്റേക്ക് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് താഴെ, കണ്ടോ, സ്റ്റേക്ക് സെറ. സോ സ്റ്റേക്ക് സെറ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ 30 ദിവസത്തേക്കോ 90 ദിവസത്തേക്കോ 120 ദിവസത്തേക്കോ 150 ദിവസത്തേക്കോ 360 ദിവസത്തേക്കോ സ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നത് 360 ദിവസം സ്റ്റേക്ക് ചെയ്യുമ്പോഴാണ്. അതായത് 3% എന്ന് പറയുന്ന ആ ഒരു ഹയസ്റ്റ് പെർസെൻറ്റേജ് ഡെയിലി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 360 ദിവസം വരെ നമ്മൾ സ്റ്റേക്ക് ചെയ്താലാണ് നമുക്ക് കിട്ടുക. അതിന്റെ ഏറ്റവും കുറഞ്ഞ 30-ലേക്കൊക്കെ ആണെങ്കിൽ വളരെ 0.4% ഒക്കെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അതായത് നമ്മൾ പുറത്ത് വെക്കുന്നതും 30 ദിവസം ലോക്ക് ചെയ്യുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഡേയ്സിലേക്ക് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം റിവാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് എത്ര സമയം വരെ നമുക്ക് ഈ സ്റ്റേക്കിംഗ് റിവാർഡ് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31 മില്യൺ കോയിൻ ആണ് ടോട്ടൽ സപ്ലൈ ഉള്ളത്. ഈ 31 മില്യൺ കോയിൻ തീരുന്നത് വരെ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് 1 ഇയർ കഴിഞ്ഞു, നമ്മുടെ സ്റ്റേക്കിംഗ് പീരീഡ് കഴിഞ്ഞു, നമുക്ക് പിന്നെ നമ്മൾ സ്റ്റേക്ക് ചെയ്ത കോയിൻ നമുക്ക് തിരിച്ച് നമ്മുടെ വാലറ്റിലേക്ക് വന്നു. കൂടാതെ ഡെയിലി നമുക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് അതും വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് ആ ഡെയിലി കിട്ടുന്ന എയർ ഡ്രോപ്പ് നമ്മുടെ വാലറ്റിൽ ബാലൻസ് ആയിട്ട് വെച്ചാൽ അതിനും നമുക്ക് 0.4% കിട്ടും. സ്റ്റേക്ക് ചെയ്തതിന് 3% കിട്ടും. സ്റ്റേക്കിങ്ങിന്റെ പീരീഡ് കഴിയുമ്പോൾ നിങ്ങളുടെ ആക്ച്വൽ കോയിൻസ് എത്രയാണോ നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിരുന്നത് അത് നേരെ തിരിച്ച് നിങ്ങളുടെ വാലറ്റ് ബാലൻസിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്റ്റേക്കിംഗ് റിവാർഡ് നിങ്ങൾക്ക് കോമ്പൗണ്ട് ചെയ്യണമെങ്കിൽ വീണ്ടും തിരിച്ച് ലോക്കിങ്ങിലേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് വെച്ചാൽ അതിനും 3% കിട്ടും. അല്ല നമ്മുടെ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുക്കേണ്ടതാണല്ലോ. ഇപ്പം $1 ഉണ്ട്, അടുത്ത ഒരു മാസം കഴിയുമ്പോൾ $2 ആകുമ്പോൾ എനിക്ക് വിൽക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളുടെ ക്യാപിറ്റൽ തിരിച്ചെടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡെയിലി കിട്ടുന്ന എയർ ഡ്രോപ്പ് നമ്മുടെ വാലറ്റിൽ സൂക്ഷിച്ചു വെക്കുക. വില കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ എൻക്യാഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ മിനിമം നമുക്ക് $10, $5, $100 എത്ര വേണമെങ്കിലും നമുക്ക് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യുന്നതിന് നമുക്ക് ഡെയിലി എയർ ഡ്രോപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ബിസിനസ് പ്ലാനിലേക്ക് പോവാം. അതായത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി അല്ലെ, നമ്മളുടെ ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അപ്പോൾ ഇതില് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നത് പോലെ നമ്മുടെ സുഹൃത്തുക്കൾക്കും എയർ ഡ്രോപ്പ് കിട്ടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഷെയർ ചെയ്താൽ, നിങ്ങൾ വെറുതെ ഷെയർ ചെയ്യേണ്ട, നിങ്ങൾ മൂലം നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു എയർ ഡ്രോപ്പ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡെയിലി എയർ ഡ്രോപ്പിന്റെ 20% നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഇപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് രാജേഷ് ഏട്ടനാന്ന് വിചാരിക്കുക. രാജേഷ് ഏട്ടനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാനൊരു 1000 സെറാ കോയിൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഡെയിലി എത്ര കിട്ടുന്നുണ്ട്, ഒരു 15 സെറാ കോയിൻ ഡെയിലി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 15 സെറാ കോയിൻ എനിക്ക് കിട്ടുമ്പോൾ അതിന്റെ 20%, കാൽക്കുലേഷനിൽ എത്രയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ, 15ന്റെ 20% രാജേഷ് ഏട്ടന് ഡെയിലി കിട്ടുന്നതായിരിക്കും. അത് എത്ര പ്രാവശ്യം കിട്ടും, രാവിലെയും വൈകുന്നേരവും. സോ രാവിലെ 7 മണിക്ക് രാവിലെ മലേഷ്യൻ ടൈം 10 മണിക്കും രാത്രി 10 മണിക്കും, ഇങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് നമുക്ക് എയർ ഡ്രോപ്പ് വരിക. അപ്പൊ ആ ഓരോ പ്രാവശ്യം നമുക്ക് എയർ ഡ്രോപ്പ് വരുമ്പോഴും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിന്റെ 20% നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് 15% കിട്ടും. മൂന്നാമത്തെ ലെവലിലുള്ളവരുടെ കയ്യിൽ നിന്ന് 15% കിട്ടും. നാലാമത്തെ ലെവൽ വരെയുള്ളവരുടെ അടുത്ത് 5%, 20 ലെവൽ വരെയുള്ളവരുടെ ഡ്രോപ്പിൽ നിന്നും 2%.
ഇങ്ങനെയാണ് നമുക്ക് എയർ ഡ്രോപ്പ്. അതിന് ചില കണ്ടീഷൻ കൂടി ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ലെവൽ കിട്ടാനായിട്ട് ഒരു റെഫറൽ ഉണ്ടായാൽ മതി. മിനിമം 50 USDT എങ്കിലും കിട്ടുള്ളൂ. നമ്മളുടെ പേഴ്സണൽ സ്റ്റേക്കിങ്ങിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, $10 ആണെങ്കിലും മതി, നമുക്ക് ഡെയിലി എയർ ഡ്രോപ്പ് കിട്ടും. പക്ഷെ നമുക്ക് ടീമിൽ നിന്നുള്ള, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തവരിൽ നിന്നുള്ള എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ മിനിമം $50 ക്രൈറ്റീരിയ ഉണ്ട്. അതുപോലെ ഒരാളെങ്കിലും നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് നമ്മൾ $100 സ്റ്റേക്കിംഗ് ചെയ്തിട്ടുണ്ടാവണം, 2 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടാവണം. മൂന്നാമത്തെ ലെവലിൽ നിന്നുള്ള എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് $150 പേഴ്സണൽ സ്റ്റേക്കിംഗ് ഉണ്ടാവണം, 2 പേരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ 20 ലെവൽ വരെയുള്ള റെഫറൽ നമ്മുടെ ടീമിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ $1000 സ്റ്റേക്കിംഗ് ഉണ്ടാവണം. 5 ഡയറക്റ്റ് മെമ്പേഴ്സ്, 5 പേരെങ്കിലും ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത് നമുക്ക് താഴെ ഇപ്പൊ നമ്മൾ ഒറ്റയടിക്ക് $1000 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. $50 സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ടീം ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് നിങ്ങൾ അത് ടോപ്പ് അപ്പ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ലോക്കിംഗ് നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് വന്നാൽ മതിയാവും. ഓക്കെ, സോ ഇതാണ് മാച്ചിങ് ബോണസ് അല്ലെങ്കിൽ ലെവൽ ഇൻകം എന്ന് പറയുന്നത്. അടുത്തതാണ് റാങ്കിങ് ബോണസ്. സോ റാങ്കിങ് ബോണസ് നമുക്ക് കിട്ടാനായിട്ട്, റാങ്കിങ് ബോണസ് എന്ന് പറയുമ്പോൾ നമുക്ക് 20 ലെവൽ വരെയുള്ള ഇൻകത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമുക്ക് അറിയാം 20 ലെവലിന് ശേഷവും നമുക്ക് പുതിയ ടീമുകൾ വരും, അതിന്റെ താഴേക്ക് മെമ്പേഴ്സ് ജോയിൻ ആവും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ഇൻകം കിട്ടും, അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടാനുള്ള ഒരു ഒരു ഓപ്ഷനാണ് റാങ്കിങ് ബോണസ് എന്ന് പറയുന്നത്. ഇപ്പൊ റാങ്കിങ് ബോണസ് കിട്ടാനായിട്ട്, അതായത് ടോട്ടൽ ടീമിന്റെ എയർ ഡ്രോപ്പിൽ നിന്ന് നിങ്ങൾക്ക് 50% വരെ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ 10% മുതൽ 50% വരെ നിങ്ങളുടെ ടോട്ടൽ ടീമിന്റെ എയർ ഡ്രോപ്പിന്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് റാങ്കിങ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നമ്മുടെ ടീം ഉണ്ടല്ലോ, ആ ടീമിൽ നിന്ന് നമുക്ക് $10,000 ബിസിനസ് വോളിയം ഉണ്ടാവണം. സെക്കൻഡ് ലൈനിൽ നമുക്ക് 3000 വോളിയം ഉണ്ടാവണം. ഇങ്ങനെ നമ്മൾ ഈ ഒരു റാങ്ക് ക്രൈറ്റീരിയ X1, X2, X3 എന്നുള്ള റാങ്ക് ക്രൈറ്റീരിയകൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ടീം ബെനിഫിറ്റ്, ടീമിൽ നിന്നുള്ള ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു സെയിം റാങ്ക് ബോണസ്, അപ്പർ റാങ്ക് ബോണസ് ഉണ്ട്. അതായത് 4ാമത്തെ റാങ്കിന് മുകളിൽ നിങ്ങളുണ്ട്, അതായത് 4ാമത്തെ റാങ്ക് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെയുള്ളവർ നിങ്ങളുടെ റാങ്കിലേക്ക് മുകളിലേക്ക് കയറിയാൽ പോലും നിങ്ങൾക്ക് അവരുടെ ഇൻകത്തിന്റെ 10% കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 തരത്തിലുള്ള എക്സ്ട്രാ ബെനിഫിറ്റുകളാണ് അഫിലിയേറ്റ് പ്രോഗ്രാമിലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള ഇൻകം നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ലെക്സറ ഡാവോ മാർക്കറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി എക്സ്ട്രാ ഏർണിങ്സ് മെത്തേഡുകളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്.